നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈബിളിൽ പറയുന്ന ഫ്ലഷിൻ്റെ ഡിസയേഴ്സ് അഥവാ ജഡമോഹങ്ങൾ ഇന്നത്തെ ലോകത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ പോലെ തന്നെയാണ്. മറ്റുള്ളവരുടെ ലൈഫ് കണ്ട് കമ്പയർ ചെയ്യുന്നത്, സീക്രട്ടായിട്ട് നമ്മൾ മറ്റുള്ളവരിൽ അസൂയപ്പെടുന്നത്, എൻ്റർടൈൻമെൻ്റ് എന്ന പേരിൽ ലസ്റ്റ് എന്ന ഫീലിംഗ് നോർമലൈസ് ചെയ്യുന്നത്, മണി, സ്റ്റേറ്റസ്, അറ്റൻഷൻ, സെൽഫ് സീക്കിംഗ്, ഇതൊക്കെ ഫ്ലഷിൻ്റെ ഡിസയേഴ്സായി നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഫ്ലഷ് പറയുന്നത് അല്ലെങ്കിൽ ജഡം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഡു വാട്ട് ഫീൽസ് ഗുഡ്, പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്, ഫോളോ യുവർ ഡിസയേഴ്സ്. പക്ഷേ പരിശുദ്ധാത്മാവ് വേറൊരു വഴിയാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ ഒരു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ നമുക്കെങ്ങനെ തിരിച്ചറിയാം? ആ വ്യക്തിയുടെ ക്യാരക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫലങ്ങളാണ്. ബൈബിള് പറയുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, സെൽഫ് കൺട്രോൾ. ഇതൊക്കെയാണ് ഒരു വിശ്വാസിയെ ലോകത്തിൽ നിന്നും വേർതിരിക്കുന്ന ക്വാളിറ്റീസ്. പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ കൂടുതൽ റിലീജിയസ് ആയതുകൊണ്ടല്ല, പക്ഷേ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു രീതി. ലോകം നമ്മളെ മറ്റുള്ളവരെ വെറുക്കാനായി എൻകറേജ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നോ മാറ്റർ വാട്ട് ദാറ്റ് പേഴ്സൺ ഈസ് ലവ് ചെയ്യാനാണ് നമ്മളെ എൻകറേജ് ചെയ്യുന്നത്. ഭയങ്കര ഒരു കെയോട്ടിക് ആയിട്ടുള്ള, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ലോകം തരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്നത് സമാധാനമാണ്. ലോകം പറയുന്നത് ഫോളോ യുവർ സെൽഫ്, ഫോളോ യുവർ ഡിസയേഴ്സ്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ഫോളോ ചെയ്യുക, സറണ്ടർ യുവർ സെൽഫ് ടു ഗോഡ് എന്നാണ്. എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു ബാറ്റിലൂടെയാണ് കടന്നു പോകുന്നത്, ഫ്ലഷ് വേഴ്സസ് സ്പിരിറ്റ്. അപ്പോൾ റിയൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വളരുന്നത് എന്താണ്? ഫ്ലഷിൻ്റെ വർക്ക്സ് ആണോ, അതോ is it the fruit of the Spirit? Hope you guys liked today's message. Thank you so much for listening. Take care and God bless.